ഹലോ ഗായ്സ്, ഇന്ന് ഉത്രാട സ്പെഷ്യലായിട്ട് നമ്മുടെ ഓഫീസിൽ ചെറിയൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പം ഞാനതിന് പോവാണ്. രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പം ചെറിയൊരു ഓണം സെലിബ്രേഷൻ. അപ്പം നമുക്ക് കണ്ടാലോ? ഹലോ ഗൈസ്, ശരണ്യ, ശ്രീജേച്ചി, അനു, ചേച്ചി, എല്ലാരും പറ. ഹലോ ഗൈസ്, ഹായ് പറ, എല്ലാരും ഹായ് പറ. യൂട്യൂബ് ചാനലാ. ഹായ് ഹായ് ബൈ. അയ്യോ, അയത്താട്ട എൻ്റെ വീഡിയോയിൽ വന്നേ. ഹായ് ഹായ്, ഇതാണ് ശ്രീ, എന്നെ അറിയില്ല. ഹായ് പറ. ഇത് മുണ്ട് കിട്ടിയില്ല. എല്ലാരും മുണ്ടിൽ കൊടുക്കരുത്, ഇത് സൂം ആവില്ല പോലും. എല്ലാവരും വിളിക്കും. നല്ല ഹാപ്പി ആണോ? ഹായ് എന്തെങ്കിലും പറ. സാധാരണയായി ഞാൻ 2 കൊല്ലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമൊന്നും ഉത്രാടത്തിന് അങ്ങനെ അത്രയും തിരക്കുണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാനും അങ്ങനെ ടൈമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫോട്ടോസും വ്ളോഗൊക്കെ കുറച്ച് എടുത്തത്. അതിനുശേഷം തീരെ അങ്ങനെ ടൈമൊന്നും കിട്ടിയിട്ടില്ല. ചേച്ചി എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് കൊടുക്കുക. ഹായ് സബ്സ്ക്രൈബേഴ്സ്, ഹായ്. അതാ അരുൺ റോയും പറയും. സുന്ദരി ജസ്റ്റ് ഇങ്ങനെ ഗൈസ്, അപ്പോൾ ഒന്ന് ഉത്രാട സ്പെഷ്യലായിട്ട് ബിരിയാണി സദ്യയും സേമിയ പായസം നമ്മൾ സ്മിജേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് വീഡിയോയിലെടുക്കാൻ വിട്ടുപോയി. ഗൈസ് 2:43 ഇപ്പോഴാണ് ഒന്ന് ഫുഡെല്ലാം കഴിച്ച് തിരക്കിലൊന്നും നല്ല രീതിയിൽ കുറഞ്ഞത്. അത് ഞാൻ എല്ലാവരോടും ഹാപ്പി ആണെല്ലാം പറഞ്ഞ് ഓക്കായി ഗൈസ്. നമ്മുടെ താലൂക്ക് സ്റ്റേഡിയം ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. കുറേ കമ്മൽ കച്ചവടക്കാരും. പിന്നെ ഞാൻ ആ തിരക്കിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം പോയിട്ടില്ല. അവിടെ നിന്ന് ബസ് കയറി. അപ്പം എല്ലാം ഒന്നും വാങ്ങിയില്ല, കാരണം ഞാൻ അങ്ങനെ കണ്ടതെല്ലാം ഒന്നും വാങ്ങിക്കാറില്ല. ജസ്റ്റ് ഇങ്ങനെയുള്ള നോക്കി വേണ്ടാന്ന് ഒറ്റിറങ്ങി. കാരണം ഞാൻ ഇടുമെന്ന് ഉറപ്പില്ല, ഉള്ള തന്നെ ഇടുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അതെല്ലാം ജസ്റ്റ് നോക്കി നേരെ നടന്നു. നോക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ കണ്ണൂരിലെ ഓണച്ചന്ത. നല്ല തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകാത്തത്. പിന്നെ കുറച്ച് തിരക്കുണ്ട്. അപ്പം ബസ്സിലെല്ലാം ഫുള്ള് തിരക്ക്. അപ്പം തിരക്കും ഇന്നൊരു ബസ്സിൽ കയറിയിട്ട് ഇരുന്നിട്ടാണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് പ്ലാസ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ ആദ്യം ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ മുണ്ടൊന്നുമില്ല, പക്ഷേ വലിയ ഷോപ്പാണ്. അത് ഇപ്പം നിർത്തിയാൻ തോന്നുന്നു.
ഞാൻ തൊട്ടടുത്തുള്ള ഫാഷൻ മന്ത്രയിൽ കയറി. എന്നിട്ട് അവിടെ നിന്ന് മുണ്ടും അച്ഛനൊക്കെ ടീഷർട്ട് എടുക്കാണ്ടായിരുന്നു, ടീഷർട്ട് കൊടുത്ത് വേഗം ഇറങ്ങി. നല്ല തിരക്കാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഉള്ളിൽ പെടാണ്ടിരിക്കാൻ വേഗം തന്നെ അത് 2 സാധനങ്ങളിൽ വേഗം ബില്ലാക്കിയിട്ട് വീട്ടിലേക്ക് പോയി ഓട്ടോറിക്ഷ കയറി. ഞാൻ ആദ്യമായിട്ട് ഓണം സെലിബ്രേഷൻ ഓഫീസിൽ പോകുമ്പോൾ ഈ ബ്ലൗസ് തന്നെയാട്ടത്. പക്ഷേ സാരി വ്യത്യാസമുണ്ട് കേട്ടോ. സാരി ഇപ്രാവശ്യം വിഷുവിന് എടുത്തതാണ്. പിന്നെ തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അടിക്കാനും കൊടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. ആ ഒരു ടൈം ഞാൻ കുറച്ചും കൂടി വേണ്ടിയിട്ടാണ്, ഇപ്പോൾ കുറച്ചും കൂടി തടിച്ചിരുന്നിരുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബായ്.